നേറ്റീവ് ബോൾ ഫെഡറേഷനും കുറ്റിക്കൽ നേറ്റീവ് ക്ലബും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖില കേരള നാടൻ പന്ത് കളി മത്സരത്തിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മാങ്ങാനി ടീം മീനട് ടീമിനെ നേരിടുന്നു. ചേട്ടാ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഒന്നും മനസ്സിലായില്ലേ നാടൻ പന്തുകളി എന്നൊക്കെ പറഞ്ഞിട്ടേ. എന്തുവാ ഈ സംഭവം? ഇത് കോട്ടയം ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളിലായിട്ടൊരു ലയിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു ഹരമായിട്ടുള്ള മത്സരമാണ് ഈ നാടൻ പന്തുകളി എന്ന് പറയുന്നത്. വീറും വാശിയും ഇത്രത്തോളം ഉള്ളൊരു മത്സരം കോട്ടയം ജില്ലയിൽ വേറെ ഇല്ല. പന്തുകളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ പന്തുകളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടീം 7 പേര് വെച്ച് ഉള്ള ഒരു ടൂർണമെന്റ്. ഒരു മത്സരത്തിന് 5 വരെയാണ് ക്രമം. ഈ 5 വര എന്ന് പറയുന്നത് ഒരു 18 എണ്ണമാണ് ഒരു വരയിൽ നമ്മൾ വെട്ടേണ്ടത്. 18 എണ്ണം, അതായത് ഒറ്റ, വെട്ട, പിടിയൻ, താളം, കീഴ്, ഇണ്ടൻ, ഇങ്ങനെ 6 എണ്ണത്തിനകത്ത് 3 എണ്ണമാണ് ഒറ്റയ്ക്ക്. ഒറ്റ 1, ഒറ്റ 2, ഒറ്റ 3, പെട്ട 1, പെട്ട 2, പെട്ട 3, അങ്ങനെ 3 എണ്ണമാണ് ഓരോ വരയ്ക്കും നമുക്ക് വേണ്ടത്. ഈ 5 വരയിലും ഏറ്റവും കൂടുതൽ എണ്ണ എടുക്കുന്ന ആൾ വിജയിയാണ്. ഇതിപ്പോൾ മീനടം കരയുടെ ഒരു ടീമാണ്, അത് മാങ്ങാനം കരയുടെ ഒരു ടീമാണ്. അങ്ങനെ ഓരോ കരകളെ ബേസ് ചെയ്താണ് ടീമുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ കരകളുടെ ഒരു വിജയമാണ് ഓരോ ടീമിൻ്റെയും വിജയം. രണ്ടുവരെ പൂർത്തീകരിച്ച മാങ്ങാനം ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 2. നമ്മളെ ഈ അനൗൺസ് ചെയ്യുന്ന ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ചക്കര ചക്കര എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചക്കരയാണോ വേറെ വല്ല ചക്കരയാണോ? ചക്കര എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 18 എണ്ണം തികയ്ക്കുന്ന ഒരു ടീമിന് ഒരു ചക്കര എന്ന് പറയുന്നുള്ളൂ. 18 എണ്ണം നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചക്കര വെച്ച് പിന്നെ ഒറ്റ 1 തുടങ്ങുക. അങ്ങനെയാണ് ചക്കര എന്ന് പറയുന്നത്. അപ്പോൾ വാശിക്ക് നമുക്ക് എണ്ണം വെട്ടി കയറിക്കൊണ്ടിരിക്കും ഓരോ വരകളിലും. എതിര് വരുന്ന ടീമും അവരെ കൊണ്ടും ആകാവുന്ന രീതിയിൽ വാശിക്ക് എണ്ണം വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചക്കരകളുടെ എണ്ണം കൂടും. നമ്മൾ ഉദ്ദേശിച്ച ചക്കരയല്ല, അല്ല, ചക്കരകൾ കൂടും. നിങ്ങൾ ഉദ്ദേശിച്ച ചക്കരയല്ല ഇവിടുത്തെ ചക്കര. ഇത്രയും ഷൂട്ട് ചെയ്തിട്ടും ഒന്നും മനസ്സിലാകാത്ത ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.